ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താ സംഭവം എങ്കിൽ എൻ്റെ മാമൻ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ട് ഞങ്ങളെ വീട്ടിൽ വെച്ചിട്ടൊരു ഗെറ്റ് ടുഗെദർ പോലൊക്കെ ഒരു പരിപാടി നടത്തിയായിരുന്നു. അപ്പം എൻ്റെ മാമൻ്റെ സ്പെഷ്യലാണ് 3 തരം അൽഫാം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ 3 തരം അൽഫാം എങ്ങനെ ഉണ്ടാക്കുക, അതിൻ്റെ കൂട്ടൊക്കെ എങ്ങനെയെന്ന് കാണിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിൽ 3 ടേബിൾ സ്പൂണാണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇട്ടെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതായത് ഒരു കട്ടയും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. തൈര് ഒഴിച്ചെടുക്കുമ്പോൾ ഒരു കട്ടിയുള്ള കൺസിസ്റ്റൻസി വരുന്നത് വരെ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഓവർ വെള്ളം പോലെ ആവും വേണ്ട, എന്നാൽ കുറച്ചൊക്കെ കട്ടി വേണേനും അതുപോലെ. അങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ട് വരും. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ചിക്കന് നന്നായിട്ട് വരഞ്ഞിട്ട് കൊടുക്കണം, എന്നാലാണ് ഉള്ളിലേക്കൊക്കെ മസാല ആവത്തുള്ളൂ. ഇനി ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല ആവുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എന്താ ചെയ്യുക, നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി എരിവ് പാകമായിട്ട് തോന്നാത്തവർക്ക് എന്ത് ചെയ്യുക, കുറച്ച് കുരുമുളക് പൊടി മേലക്കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മളെ ചിക്കനോടെ മസാല കോട്ടയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് നേരെ ഫ്രിഡ്ജിലോട്ട് ഒരു 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പാണ് ഈ ചെയ്യണത്. അതായത് നമ്മൾക്ക് വേണ്ടത്ര തൈര് ഒഴിച്ചെടുക്കാം. ഇതിപ്പോൾ ഏകദേശം 1/2 കപ്പ് തൈരാണുള്ളത്. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് എരിവ് അനുസരിച്ചിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് മസാല ചിക്കൻ്റെ മേലെ കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി 3ാമത്തെ ടൈപ്പ് മസാലയാണ് ഈ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിച്ചപ്പ്, ഒരു പിടി പുതിനയും അതുപോലെ തന്നെ ഒരു പിടി കുരുമുളകുമാണ് വേണ്ടത്. പച്ച കുരുമുളക് വേണം. ഇനി നമുക്കിതെല്ലാം കൂടെ അരക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടി നമ്മൾ പാകത്തിന് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് നമ്മളിത് അരച്ചെടുക്കുമ്പോൾ വല്ലാണ്ട് വെള്ളം പോലെ ആവരുത്, അതിന് മാത്രമുള്ള തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ മസാല നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം നമ്മൾ അരച്ചെടുത്ത മസാല ഉണ്ടാവേണ്ടത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ എരിവ് പാകമില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മസാല കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനോടെ മസാല ആക്കിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം.
രാത്രികാലത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരു ഉച്ചയൊക്കെ ആവാൻ നേരത്താണ് ഇത് മസാല ആക്കി വെച്ചത്. അപ്പോൾ അതിന് എൻ്റെ അനിയത്തി ഇതാ ഈ ബോണ്ടും കാര്യങ്ങളൊക്കെ എൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്കും ഉമ്മാൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി വെച്ചെടുത്ത് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ചായ അടിച്ചൊക്കെ റെഡിയാക്കുന്ന നേരം കൊണ്ട് എൻ്റെ അക്കാക്കി മാമനും കൂടി ഇതാ പുറത്ത് കല്ലൊക്കെ വെച്ച് അടുപ്പ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫാമിലി മീറ്റപ്പിൽ മാമിയും മാമൻ്റെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. നല്ലൊരു രസമായിരുന്നു. ഒരു ഈവനിങ് ഒക്കെ സമയത്ത് ഇങ്ങനെ ഇതാക്കുമ്പോൾ പിന്നെ അടുപ്പ് കത്തിക്കുന്നത് ഒക്കെ പ്രത്യേക വൈബാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ മാമൻ്റെ മോനും അതുപോലെ മാമൻ്റെ മക്കളെല്ലാവരും കൂടെ ബാഡ്മിൻ്റനൊക്കെ കളിക്കുന്നുണ്ട്, ഷട്ടിൽ കളിക്കുന്നുണ്ട്. ആ ഒരു സമയമാകുമ്പോഴത്തേന് നമ്മൾ അടുപ്പ് ഇതവിടെ കത്തി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അടുപ്പിവിടെ റെഡിയായി വന്ന സ്ഥിതിക്ക് ഇതിൻ്റെ മേലെ ഞങ്ങൾ ഗ്രില്ല് വെച്ച് കൊടുത്ത് ഗ്രില്ലിൻ്റെ മേലെ എണ്ണ തേച്ച് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ചിക്കൻ ഇങ്ങനെ മസാല ആക്കി വെച്ചാൽ ഫസ്റ്റ് നമ്മൾ മസാല ആക്കിയത് റെഡ് ആണല്ലോ. അപ്പോൾ ഈ ചിക്കൻ ഞങ്ങൾ ആദ്യം തന്നെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ തലങ്ങും വലങ്ങും തിരിച്ചും മറിച്ചും വെച്ചെടുത്തു. അപ്പോഴൊക്കെ സൈഡിൽ എണ്ണ തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഗ്രില്ലിൻ്റെ മേലെ പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഭയങ്കര പോക്കായിരുന്നു, കാരണം അവിടെ അധികം നേരം നിൽക്കാനും പറ്റിയില്ല, നല്ലപോലെ വീഡിയോ എടുക്കാനും പറ്റിയില്ല. എത്ര ക്ലാരിറ്റി കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ആയിട്ടുള്ളത്. നമ്മൾ ഇതെന്ത് ചെയ്തോ ഒരു ചെമ്പട്ടിയിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ട്രിപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത ട്രിപ്പ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ രണ്ടാമത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന മസാലയാണ്. അപ്പോൾ ഇത് നമ്മൾ വെച്ചെടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തു പോയി നിൽക്കുമ്പോൾ എൻ്റെ വായിൽ വെള്ളം ഇടുക, കാരണം അത് അത്രയും എന്താ പറയുക നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്മെല്ല്. നമുക്ക് അപ്പം തന്നെ കഴിക്കാൻ തോന്നും. അവിടെ അധികം നേരം പിടിച്ചേക്കാൻ പറ്റില്ല എന്നർത്ഥം. അപ്പോൾ ഇത് 2-3 വട്ടം ഞാൻ അവിടെ പോകുമ്പോൾ തന്നെ ഇത് ഒരു വട്ടം തിരിച്ച് വെക്കാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഒരു 2-3 വട്ടം തിരിച്ച് വെച്ചപ്പോഴത്തേക്കും ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റ് നല്ല വേവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കറക്റ്റ് വേവായപ്പോൾ ഇതെടുത്തിട്ട് മാറ്റി. അങ്ങനെ ആ ഒരു ഇതിൽ 2-3 പീസ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ നമ്മൾ പെപ്പർ മസാല, നമ്മൾ പച്ചക്കുരുമുളക് വെച്ചിട്ട് ഉണ്ടാക്കിയ മസാലേൻ്റെ ചിക്കനും അതും കൂടെ വെച്ചുകൊടുത്തിട്ട് എന്ത് ചെയ്തു, ഞങ്ങൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെച്ചു. അപ്പോൾ ഗ്രീൻ പെപ്പർ ഇത് മാത്രമല്ല ഇനിയും ഉണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് ട്രിപ്പിൽ ഇങ്ങനെ വെച്ചെന്ന് മാത്രം. അപ്പോൾ അത് ഞാൻ രണ്ടാമത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി വരുമ്പോഴത്തേനും ഇതൊക്കെ ഏകദേശം ആയി വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പുക വരുന്നുണ്ടായിരുന്നു, നല്ല സ്മെല്ല് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ലാസ്റ്റ് ട്രിപ്പും കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് ഈ 3 ട്രിപ്പും കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ ഇതാ 3 നല്ല പെർഫെക്റ്റ് കളർ നല്ല ടേസ്റ്റിലായിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ എല്ലാവരും ഒരു ഗെറ്റ് ടുഗദറൊക്കെ വരുമ്പോൾ എല്ലാവരും ചിക്കൻ ഒരുമിച്ച് മേടിക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയാണ്, മറക്കരുത്. ഉറപ്പായിട്ടും ചെയ്യണമെന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതൊരു വെറൈറ്റി അല്ലേ. അപ്പം ഞാൻ അടുത്ത വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.